സുഹൃത്തുക്കളെ, ഇന്ന് ഗുജറാത്തിലെ ഓഖ പട്ടണത്തിന് 2 കിലോമീറ്റർ മാറി കച്ച് ഉൾക്കടലിൻ്റെ ജനവാസമുള്ള ഒരു ദ്വീപായ ബെയ്റ്റ് ദ്വാരകയിലേക്ക് പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഈ ബോട്ട് ജെട്ടിയിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ദ്വാരക നഗരത്തിൽ നിന്ന് കുറച്ചു മാറിയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിൽ ഈ നഗരം കൃഷ്ണഭഗവാന്റെ വാസസ്ഥലമായാണ് അറിയപ്പെടുന്നത്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് പ്രശസ്തമായിരുന്നു. ദ്വാരക ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിൽപ്പെട്ട ഒരു പ്രദേശമാണ്. ഈ ദ്വീപിലെ ക്ഷേത്രങ്ങൾ 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതും കൂടിയാണ്. ദ്വീപിലെ കൃഷ്ണഭഗവാന്റെ ക്ഷേത്രം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഓഖയിൽ നിന്ന് ഫെറി സർവീസ് വഴി ബെയ്റ്റ് ദ്വാരകയിൽ നമുക്കെത്താം. ഓഖ ബെയ്റ്റ് ദ്വാരക കടലിന് മുകളിലുള്ള ഒരു പാലം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോകുമ്പോൾ പൂർത്തിയാവുന്നതേയുള്ളൂ. ഇപ്പോൾ 2024 ഫെബ്രുവരി 25 ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ ബോട്ടിലേക്ക് കയറി വെറും 50 രൂപ കൊടുത്താൽ ഈ ബോട്ടിലേക്ക് കയറി ഇതിൽ സഞ്ചരിക്കാം. ഇതാണ് ബോട്ട്. ഞങ്ങളുടെ ഈ കാണുന്നതാണ് തൊട്ടടുത്ത ബോട്ട്. ധാരാളം സഞ്ചാരികൾ ഇവിടെ സന്ദർശനത്തിന് എത്തുന്നുണ്ട്. ഇത് അറബിക്കടലിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. വളരെയധികം താഴ്ചയുള്ള ഒരു പ്രദേശമാണ്. ബോട്ട് സവാരി അത്ര സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം യാതൊരുവിധ സുരക്ഷിത മുൻകരുതലുകളും ഇല്ലാതെയാണ് ഇതിലൂടെയുള്ള യാത്ര. നമുക്ക് കണ്ടാൽ അറിയാം, ഒരു മീൻപിടുത്ത ബോട്ട് പോലെയുള്ള ഒരു ബോട്ടാണ്. അതിൻ്റെ സൈഡുകളിലും നടുവിലുള്ള പടികളിലും ഒക്കെയാണ് സഞ്ചാരികൾ നിൽക്കുന്നതും ഇരിക്കുന്നതുമായ കാഴ്ച. അത്ര സുരക്ഷിത ജാക്കറ്റുകളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ കടലിൽ തന്നെയാണ് ഈ യാത്ര എന്നുള്ളതാണ്. അറബിക്കടലാണിത്. അപ്പോൾ എന്തുകൊണ്ടും ഈ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. കാരണം ഇനി ഈ കൊല്ലം മുതൽ ഫെബ്രുവരിക്ക് ശേഷം ഇത് പൊതുജനങ്ങൾ ഈ ബോട്ട് സർവീസിലൂടെയല്ല സഞ്ചാരികൾ അപ്പുറത്തെത്തുന്നത്, ആ പാലത്തിലൂടെയാണ്. ഭഗവാൻ കൃഷ്ണൻ ഐതിഹ്യമനുസരിച്ച് മധുരയിൽ വെച്ച് തൻ്റെ അമ്മാവനായ കംസനെ വധിച്ചതിനു ശേഷം താമസമാക്കിയത് ദ്വാരകയിലാണ് എന്നാണ് പുരാണം പറയുന്നത്. ദ്വാരകാധീഷ് ക്ഷേത്രത്തിൽ നിന്നും 16 കിലോമീറ്റർ മാറിയാണ് നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ദ്വാരകാധീഷ് ക്ഷേത്രം ദ്വാരക നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് ക്യാമറ അതിനുള്ളിലേക്കും അനുവദിക്കുന്നില്ല. 72 തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന 5 നിലയിലായിട്ടാണ് ഈ ക്ഷേത്രം. പ്രധാന ആരാധനാലയം ജഗത് മന്ദിർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ നേരെ കാണുന്നതാണ് സുദർശൻ സേതു, കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജ്. അതായത് കേബിൾമളാണ് ഇത് ഈ ഭാഗം നടുഭാഗം വലിച്ചു നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഇതിലെ നോക്കിയാൽ കാണാം. ഈ നടുഭാഗം അപ്പുറത്തും ഇപ്പുറത്തുള്ള വലിയ തൂണുകളിൽ കൂടെ ആണ് ഇത് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. കച്ച് ഉൾക്കടലിലെ ബെയ്റ്റ് ദ്വാരക ദ്വീപിനെയും ഓഖയെയും ബന്ധിപ്പിക്കുന്ന കേബിൾ സ്റ്റേയ്ഡ് പാലമാണ് സുദർശന സേതു. കൃഷ്ണൻ്റെ ദിവ്യായുധമായ സുദർശന ചക്രത്തിൻ്റെ നിന്നാണ് ഈ സുദർശൻ സേതു എന്ന് പേര് ഇടാൻ കാരണം. പാലത്തിൻ്റെ നീളം 2320 മീറ്ററാണ്. 2024 ഫെബ്രുവരി 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 979 കോടി രൂപ ചെലവിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ദ്വീപിൽ താമസിക്കുന്നവർ 8000-നടുത്ത് ദ്വീപ് നിവാസികളും അവിടെയുള്ള ക്ഷേത്രത്തിലേക്ക് സന്ദർശകർക്ക് വേണ്ടിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. വർഷാവർഷം ഏകദേശം 20 ലക്ഷത്തോളം തീർത്ഥാടകർ ഇവിടെ എത്തുന്നു എന്ന് കണക്കാക്കുന്നു. കേബിളുകൾ കോൺക്രീറ്റ് തൂണുകളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, വലിയ കോൺക്രീറ്റ് തൂണുകളാണ് ഇത് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. 27 മീറ്റർ വീതിയിലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം. ഓരോ ദിശയിലേക്കും 2 വരി പാതകളാണുള്ളത്. 2.5 മീറ്റർ വീതിയിൽ നടപ്പാതയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പാലത്തിന് 900 മീറ്റർ നീളമുള്ള സെൻട്രൽ കേബിൾ ഭാഗമുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേയ്ഡ് പാലമാണ്. 500 മീറ്ററുമുള്ള 3 സ്പാനുകളുമാണ് ഇതിന് കാണുന്നത്. ആ നേരത്തെ കണ്ട അതിന് ആ കേബിൾമ നിൽക്കുന്ന ഭാഗമാണ് 900. കൃഷ്ണൻ്റെ
ഭഗവാൻ കൃഷ്ണൻ്റെ ഭൂമിയിലെ വിടവാങ്ങലിന് ശേഷം ദ്വാരക സമുദ്രത്തിൽ മുങ്ങി എന്നാണ് വിശ്വാസം. സമുദ്രത്തിനടിയിൽ നിന്ന് പല കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശം ഒരു സമ്പന്നമായ പുരാതന നഗരമായിരുന്നു എന്ന് സൂചന നൽകുന്നു. സമുദ്രതല പുരാവസ്തു ഗവേഷകർ നടത്തിയ സർവേകൾ ദ്വാരക നഗരത്തിന് അവശിഷ്ടങ്ങൾ കണ്ടെത്തി. മതിലുകൾ, തൂണുകൾ തുടങ്ങിയ ഇപ്പോഴും കാണാം. മൺപാത്രങ്ങൾ, ഉപകരണങ്ങൾ എല്ലാം തന്നെയുണ്ട്. ഇതാണ് ആ തിങ്ങിക്കൂടി നിൽക്കുന്ന ബോട്ടിലെ അവസ്ഥ. ബോട്ട് അടുക്കാറായി അടുത്ത ജെട്ടിയിലേക്ക്. ഇത് ഈ പുരാവസ്തു കാർബൺ ഡേറ്റിംഗ് എന്ന കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന ശാസ്ത്രീയമായ പരിശോധനകൾ എല്ലാം നടത്തിയപ്പോൾ BC 1500-നും 1700-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് എന്ന് കരുതുന്നു. ഞങ്ങൾ ഇപ്പുറത്തേക്ക് എത്തി. മുങ്ങിയ ക്ഷേത്രങ്ങൾ, തുറമുഖ നഗരങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിനും ദ്വാരക പോലുള്ള ചരിത്രങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതിനും ഇവിടെ ധാരാളം പര്യവേഷണം നടത്തുന്നുണ്ട്. ഇവിടെ ഒരു സബ്മറൈൻ ടൂറിസം പ്ലാൻ ചെയ്യുന്നുണ്ട്. സമുദ്രത്തിനടിയിലുള്ള കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണിക്കുന്നതിനും ഇത് സഞ്ചാരികൾക്ക് രസകരമായ ഒരു അനുഭവം നൽകപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്.